ഹായ്. ഇപ്പോഴത്തെ കാലത്ത് ഈ 11 സെന്റിലൊരു വീട് പണിയാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു വീട് ആ ഒരു സ്പേസിൽ പണിയാം. പക്ഷേ ഇതൊരു ചലഞ്ചായിട്ട് വരുന്നത് ഈ 11 സെന്റ് നീളത്തിൽ കിടക്കുന്ന ഒരു പ്ലോട്ട് ആവുകയും വീതി വെറും 10 മീറ്റർ മാത്രം വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതിലും സെറ്റ് ബാക്സ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 7 മുതൽ 8 മീറ്റർ മാത്രമായിരിക്കും നമുക്ക് വീതി കിട്ടുക. അങ്ങനെ ഒരു ചലഞ്ചായിരുന്നു കിനാശ്ശേരിയിലുള്ള ശ്രീപദം എന്നുള്ള പ്രോജക്റ്റ്. അപ്പോൾ അഡോൺ കൺസ്ട്രക്ഷൻസിൻ്റെ കിനാശ്ശേരിയിലുള്ള ശ്രീപദം എന്ന പ്രോജക്റ്റാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് മഡ് ബ്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മഡ് ബ്രിക്ക് യൂസ് ചെയ്ത് വാളുകൾ ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റ് ബ്രിക്കുകളെ അപേക്ഷിച്ച് ഇത് വളരെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്ക് ചൂട് അധികം ഫീൽ ചെയ്യില്ല, ഉൾവശത്താണെങ്കിലും പുറം ഭാഗത്താണെങ്കിലും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് ഇതുപോലെ തന്നെ വിടാൻ പറ്റും. ഇതിന് മുകളിൽ വേറെ പ്ലാസ്റ്ററിങ്ങോ പെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല ഭംഗിയായിട്ട് വാളുകൾ ഇതുപോലെ തന്നെ കാണും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനി വേറൊരു ഗുണം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള മഡ് ബ്രിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മട്ടിയുടെ ഉപയോഗമൊക്കെ നല്ല രീതിയിൽ കുറയും. നമ്മൾ ഇതിനിടയിൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസ് വൈസും ഇത് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. വീടിൻ്റെ എലിവേഷൻ്റെ ഭംഗി അതുപോലെ നിലനിർത്താനായിട്ട് നമ്മൾ മഡ് ബ്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള വാളുകൾ ഔട്ടർ പോർഷനിൽ കുറച്ച് ഭാഗം അതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷേ ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഇന്നർ പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ പ്ലാസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മഡ് ബ്രിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന വാളുകളിൽ നമ്മൾ നോർമലി ചെയ്യുന്ന സിമൻറ്റ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ്ങും പുട്ടി വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വലിയ രീതിയിലുള്ള എക്സ്പെൻസ് നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നോർമലി പ്ലാസ്റ്ററിങ്ങിന് എടുക്കുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ സേവ് ചെയ്യാം. ഇവിടെ ഒരു 2-3 മന്ത്സ് സാധാരണ എടുക്കുന്ന പ്ലാസ്റ്ററിങ് പീരീഡ് ജിപ്സം യൂസ് ചെയ്തുള്ള പ്ലാസ്റ്ററിങ് ആകുമ്പോൾ ഒരു 1 മന്തിൽ നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോർമലി പ്ലാസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് എഗെയിൻ കുറച്ചുകൂടെ സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്യൂറിങ് പീരീഡും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമലി പെയിൻറ്റിങ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 1 മാസം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രൈമർ അടിച്ച് പെയിൻറ്റിങ് വർക്കുകളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ വീടുകളിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പ്ലൈവുഡ് അതുപോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻറ്റീരിയറിൻ്റെ ഭംഗി കൂട്ടാറുള്ളത്. ഈ വീടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് പുറമേ നമ്മൾ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഭംഗിയുള്ള ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും ഇതുപോലുള്ള നല്ല ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഇവിടുത്തെ ഈ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡ് യൂസ് ചെയ്ത് സ്റ്റെയർസ് ചെയ്ത ശേഷം പോളിഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊരു ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പാചകം ചെയ്തുകൊണ്ട് ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിലുള്ളത്. അതിൽ ഒരു ബെഡ്റൂമിൽ നമ്മളിങ്ങനെ ഒരു പ്രൈവറ്റ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. UPVC യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു സ്ലൈഡിംഗ് ഡോർ കം വിൻഡോ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.